ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയുടെ അനന്ത സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ചരിത്രത്തെക്കുറിച്ചും പലരും പ്രതിപാദിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ വിജയത്തിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നലകളെ മാത്രം മാതൃകയാക്കിയാൽ പോരാ. ഇന്ന് അതിൻ്റെ ആവശ്യം എന്ത്? നാളെ എന്തായിരിക്കും അതിൻ്റെ ആവശ്യം? ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രം നമുക്കൊരു ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഒരു വിജയം കൈവരിക്കാനാകൂ. ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി പ്രവർത്തന മികവ് നിലനിർത്തുന്നത് എങ്ങനെയാണ്? ഇൻഡസ്ട്രിയൽ അപ്ഡേറ്റഡ് സിലബസും ഇൻഡസ്ട്രിയൽ പ്രവർത്തന പരിചയമുള്ള മികച്ച അധ്യാപകരുടെ സേവനവും ഒരുമിച്ച് സംയോജിച്ചുള്ള മുന്നേറുന്നതാണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയുടെ പ്രവർത്തന വിജയം. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ പലതരം സെഗ്മെന്റുകളാണുള്ളത്. സീ കാർഗോ, എയർ കാർഗോ, വെയർഹൌസിംഗ്, മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ് ഫേംസ്, ട്രാൻസ്പോർട്ട് കമ്പനീസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനീസ്, ഇങ്ങനെ പലതരം സെഗ്മെന്റ് ആണുള്ളത്. ഓരോ സെഗ്മെന്റ്സിലും അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുമുണ്ട്. 10 വർഷം മുമ്പ് എന്തൊക്കെയാണോ ചെയ്തിരുന്നത് ആ കാര്യങ്ങൾ അല്ല ഇന്ന് ചെയ്യുന്നത്. ഇൻഡസ്ട്രി അപ്ഡേറ്റ് നടക്കുന്നതിനനുസരിച്ച് മാത്രമാണ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് നിലനിൽപ്പുള്ളത്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയുടെ മികവ് അതിലാണ് പ്രധാനമായും ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയുടെ മികവ് അപ്ഡേറ്റഡ് ഇൻഡസ്ട്രി ഓപ്പറേഷൻ ആണ്. ഒരു വിദ്യാർത്ഥിക്ക് ഇൻഡസ്ട്രിയിൽ ചെന്നാൽ എന്താണ് ആവശ്യം? ഉദാഹരണത്തിന് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഷിപ്പിംഗ് ബിൽ എന്താണ്, ബിൽ ഫോം എൻട്രി എന്താണ്, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് എന്താണ്, പാക്കിംഗ് ലിസ്റ്റ് എന്താണ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ദിവസേന ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് എന്താണ്? ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഒരു വിദ്യാർത്ഥി ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിൽ നിന്നും പഠിച്ചിറങ്ങുന്നത്. അതിൻ്റെ പ്രധാന ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എംപ്ലോയർക്ക് വരുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നില്ല. ഒരു 7 വർഷം മുമ്പ് ഇവ GST, ബ്ലോക്ക് ചെയിൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയുണ്ടായിരുന്നില്ല. ഇന്ന് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇൻഡസ്ട്രിയിൽ തന്നെ സ്ഥാനം നിലനിർത്തുന്നു. ഇതെല്ലാം പ്രാക്ടിക്കലായി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാനാകൂ. ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയും ഈ പാതയാണ് പിന്തുടരുന്നത്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം പ്രാവീണ്യം നേടാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെയും പാരൻസിൻ്റെയും പ്രധാന ആശങ്ക എന്തെന്ന് കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്കും ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ സ്ഥാനമുണ്ടോ, അവർക്ക് ജോലി ലഭിക്കുമോ എന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്നതുപോലെ തന്നെ ഒരുപോലെ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഉണ്ട്. ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കാർഗോ ഇൻഡസ്ട്രി, സീ കാർഗോ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ വെയർഹൌസിംഗ്, മാനുഫാക്ചറിംഗ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനീസ്, ട്രേഡിംഗ് ഫേംസ്, ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസ് ഇതെല്ലാം ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിലെ സെഗ്മെന്റ് ആണ്. ഇതിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ, ഡോക്യുമെന്റേഷൻ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊക്യൂർമെന്റ് ആൻഡ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളാണ്. അതായത് മേൽപ്പറഞ്ഞ ഷിപ്പിംഗ് ആയാലും മാനുഫാക്ചറിംഗ് ആയാലും എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയാലും ട്രേഡിംഗ് ഫേം ആയാലും ട്രാൻസ്പോർട്ട് കമ്പനീസ് ആയാലും ഇതെല്ലാം തന്നെ ഒരുപോലെ ജോലി സാധ്യതയുള്ള മേഖലയാണ് രണ്ടു പേർക്കും. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഫോക്കസ് ആയിട്ട് വേണം മുന്നേറാൻ. അതായത് ഈ കോഴ്സ് കഴിഞ്ഞ് ഞാൻ എന്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും? ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണോ ഞാൻ വർക്ക് ചെയ്യേണ്ടത്? അതല്ലേ വെയർഹൌസ് ഇൻഡസ്ട്രിയിലാണോ? മാനുഫാക്ചർ ഇൻഡസ്ട്രിയിലാണോ? എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനിയിലാണോ? ട്രേഡിംഗ് ഫേംസിലാണോ? ട്രാൻസ്പോർട്ട് കമ്പനീസിലാണോ? അതിനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പഠനക്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പേർട്ടുകളുമുണ്ട്. ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒരു പ്രൊബേഷൻ, 1 വർഷത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലറേഷൻ, 2 വർഷത്തിനുള്ളിൽ ഒരു സീനിയർ ലെവൽ, 4 വർഷത്തിനുള്ളിൽ ഒരു മാനേജർ പൊസിഷൻ, ഇങ്ങനെ പടിപടിയായി മുന്നേറാനുള്ള ഒരു ഡിസൈൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട്. മാനുഫാക്ചറിംഗ് വെയർഹൌസ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 6 മാസത്തെ പ്രൊബേഷന് ശേഷം 1 വർഷത്തിനുള്ളിൽ ഒരു ടീം ലീഡർ പൊസിഷൻ, 3 വർഷത്തിനുള്ളിൽ ഒരു സൂപ്പർവൈസർ പൊസിഷൻ, 5 വർഷത്തിനുള്ളിൽ ഒരു മാനേജർ പൊസിഷൻ. ഇതെല്ലാം ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോയാൽ വിജയം നിങ്ങളുടെ കൂടെയാണ്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട്.